നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രം, ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഹിന്ദു വിരോധികളുടെ, ഭീകരവാദികളുടെ ശ്രദ്ധാകേന്ദ്രമാണ്. ഇവിടെ പല രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ആചാരപരമായ കാര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, മറ്റൊന്ന് വളരെ ഡയറക്റ്റായിട്ടുള്ള ആക്രമണം. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ടറായ താരിഖ് അഹമ്മദ് ദേവസ്വം ബോർഡിൻ്റെ റെസ്റ്റ് ഹൗസായ പാഞ്ചജന്യത്തിൽ വന്ന് താമസിച്ചു പോയി. അതിനെപ്പറ്റിയിട്ട് ഒരു പ്രതിഷേധവുമില്ല, വലിയ അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടില്ല. പല രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭീകരവാദികൾക്ക് കടക്കുവാനുള്ള ഓപ്പൺ സ്പേസുകൾ ഇട്ട് വച്ചിട്ടുമുണ്ട്, ലൂപ്പ് ഹോളുകൾ ഇട്ട് വച്ചിട്ടുമുണ്ട്. ഇപ്പോഴും വലിയ പ്രതിഷേധമൊന്നുമില്ല. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരിക്കുകയാണ്. അതായത് കാശ്മീരിലെ നൗഗാമിൽ നിന്ന് വന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ടർ താരിഖ് അഹമ്മദ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക റെസ്റ്റ് ഹൗസായ പാഞ്ചജന്യത്തിൽ താമസിക്കുന്നതിനിടെ പിടിയിലായിട്ട് ഏതാനും ദിവസങ്ങളായി. കാര്യമായ ആശങ്കയോ പ്രതിഷേധമോ ഹിന്ദു സമൂഹത്തിൽ കാണാനില്ല. എല്ലാവരും നന്ദഗോവിന്ദത്തിൻ്റെ പിന്നാലെയാണ്. ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഗുരുവായൂർ. ഇവിടെ ഒരു ഇസ്ലാമിക് ഭീകരവാദിക്ക് ദേവസ്വം നടത്തുന്ന ഔദ്യോഗിക റെസ്റ്റ് ഹൗസിൽ താമസിക്കാൻ അനുവാദം ലഭിച്ചത് എങ്ങനെ? നമ്മുടെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി ക്യൂ നിൽക്കുമ്പോൾ ഇത്തരം ഭീകര റിക്രൂട്ടർമാർ അതീവ സുരക്ഷിത മേഖലയിൽ എങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്നു? അഹിന്ദുക്കൾക്ക് പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ താമസ സൗകര്യങ്ങളായ പാഞ്ചജന്യം, കൗസ്തുഭം, ശ്രീവത്സം തുടങ്ങിയവയിലും ഇത് ബാധകമാണ് എന്നിരിക്കെ താരിഖ് അഹമ്മദിന് ആരാണിവിടെ താമസ സൗകര്യം ഏർപ്പെടുത്തിയത്? മനോരമയും മറ്റു മാപ്രകളും കുഴിച്ച കുഴിയിൽ വീണ നന്ദഗോവിന്ദത്തിൻ്റെ ചെറിയ പിഴവിനെ പർവ്വതീകരിക്കാൻ നടക്കുന്നതിൻ്റെ ഒരു അംശം സമയം പോരെ ഇക്കാര്യത്തിൽ കൂടി പ്രതിഷേധിക്കാൻ എന്ന് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമായ കാര്യമാണ്. ഒന്ന് വളരെ ലഘുവായ ഒരു തെറ്റാണ്. ആ തെറ്റിന് അവർ കൃത്യമായ രീതിയിൽ മാപ്പ് പറയുകയുമൊക്കെ ചെയ്തു. ഇനിയും അതിലേക്കൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ വീണ്ടും ചില ആൾക്കാരെങ്കിലും ഇതിൻ്റെ പുറകെയാണ് ഇപ്പോഴും. പക്ഷേ ഇവിടെ മറ്റൊരു അതിഭീകരമായ തെറ്റ് സംഭവിക്കുന്നു. തെറ്റ് എന്നല്ല, മറിച്ച് രാജ്യത്തിലെ ജനതയെ കൊന്നൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭീകര പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിനടുത്ത് പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കുന്നു. ഇത് വളരെ നിർദോഷകരമായി കാണുവാനേ കഴിയില്ല. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്ത്, ഗുരുവായൂർ ക്ഷേത്രത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന പല നീക്കങ്ങളും ടെസ്റ്റ് ഡോസുകളാണ്. അവിടെ ചിലർ നിർദോഷകരമായി വന്നു പോകുന്നതും ഉൾപ്പെടെ അത്തരം ആൾക്കാരെ മറ്റ് രീതിയിലൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. അവരൊക്കെ പാവങ്ങളാണ് എന്ന രീതിയിൽ. പക്ഷേ അതിനെയൊന്നും അങ്ങനെ കാണുവാനേ കഴിയുകയില്ല. കാരണം ഇതെല്ലാം ടെസ്റ്റ് ഡോസുകളായിട്ട് അവരിറക്കുന്ന കാര്യമാണ്. ഈ ടെസ്റ്റ് ഡോസിന് ശേഷം അടുത്തെന്താണ് സംഭവിക്കുക? സംഘമായി ചേർന്നുകൊണ്ട് ഭീകരാക്രമണം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തും. അപ്പോഴും നമ്മൾ മറ്റു പല കാര്യങ്ങളുടെയും പിറകിലായിരിക്കും. ഈ കാര്യത്തിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയില്ല. ഗുരുവായൂർ ക്ഷേത്രം അതീവ സുരക്ഷ നൽകേണ്ട ഒരു മേഖലയാണ്. പക്ഷേ അത്രയും വലിയ സുരക്ഷയൊന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടോ സ്റ്റേറ്റ് പോലീസിൻ്റെ ഭാഗമായിട്ടോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് പോലീസ് അതീവ ജാഗരൂകമായിട്ട് കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഇരിക്കേണ്ട പല ഇടങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട്. അവിടെയൊന്നും തിരിഞ്ഞു നോക്കുവാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഗുരുവായൂർ ദേവസ്വം ഒരു പ്രത്യേക ദേവസ്വമാണ്. ആ പ്രത്യേക ദേവസ്വത്തിന് ഗുരുവായൂരിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇത്രയധികം ധനം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഈ ക്ഷേത്രത്തിന് ഇത്ര മര്യാദയെ കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണോ നിർബന്ധം? ഇനി പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ വന്നതുപോലെ അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചതുപോലെ അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നതെന്നുള്ള ആശങ്കയിൽ നടക്കുന്ന മന്ത്രിമാരും MLA-മാരും ഒക്കെയാണ് കേരളം ഭരിക്കുന്നത്. എന്തായാലും ഗുരുവായൂർ ഉൾപ്പെടുന്ന മണ്ഡലം, ഗുരുവായൂർ മണ്ഡലത്തിൽ ഗോപാലകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് അവിടുത്തെ ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ അവിടുത്തെ സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇവിടെ ഈ 1970 മുതൽ, അതായത് ഗുരുവായൂർ മണ്ഡലത്തിൽ 1970 മുതൽ ഒരു ഹിന്ദു MLA ഇല്ല.
ഹിന്ദു MLA ഉണ്ടെങ്കിൽ ഈ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുമായിരുന്നു. പക്ഷേ ഹിന്ദു MLA ഇല്ല, ഹിന്ദു നാമധാരി എന്നതല്ല, ഹിന്ദു വിശ്വാസങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അവിടെ MLA ആയിട്ടില്ല. ഇനി ഹിന്ദു നാമധാരിയും അവിടെ MLA ആയിട്ടില്ല. പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമായിട്ടാണ് ഗുരുവായൂർ മണ്ഡലത്തെ കണക്കാക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രസ്റ്റീജ് മണ്ഡലമാണ് ഗുരുവായൂർ മണ്ഡലം. ഗുരുവായൂർ മണ്ഡലം അവർ പലപ്പോഴും കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാറേയില്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഒരു രീതിയിലും അവർ വിട്ടുകൊടുക്കില്ല എന്നുള്ള ശപഥം എടുത്തിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിനകത്ത് ഒരു ഹിന്ദു വരേണ്ടത് ഏറെ അനിവാര്യമായ കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഗുരുവായൂരിനെ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അത്തരം യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കുകയാണ് മാപ്രകൾ. കാരണം ഇത്രയധികം പ്രശ്നമുണ്ടായിട്ട് എത്ര പേരാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്ത നടത്തിയത്? തത്വമയി ന്യൂസ് ഇതിനകം തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര പേരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ക്ഷേത്രത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് ഈ വീഡിയോയോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുവേണ്ടി നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്? വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. പക്ഷേ പല കാര്യങ്ങൾ, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പിറകെ നടക്കുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് സമയം ധാരാളം കൊടുക്കുക. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടി നടക്കണം. കാരണം വേമ്പിക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സംഭവിച്ചത് തെറ്റല്ല എന്നല്ല, തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അതിന് നന്ദഗോവിന്ദം ഭജൻസ് മാപ്പ് പറയുകയും ചെയ്തു. അതോടുകൂടി ആ വിഷയം കഴിഞ്ഞു. അവർ തെറ്റ് തിരുത്തുവാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ വളഞ്ഞ് കെട്ടി ആക്രമിക്കുന്ന ഒരു രീതി ശരിയല്ല. അതൊക്കെ പലപ്പോഴും ഈ ഷാജൻ സ്കറിയെ പോലുള്ള ചില മാധ്യമ പ്രവർത്തകർക്ക് ഒരു വളമാകുവാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ പിന്നിലെ വാസ്തവം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഭീകരവാദ ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണം. ഇത് ഹിന്ദുവിന് നേരെ, ഈ രാഷ്ട്രത്തിന് നേരെയാണ് നടക്കുന്നത്. രാഷ്ട്രത്തിന് നേരെ നടക്കുന്ന എല്ലാ നീക്കങ്ങളെയും തോൽപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ രാജ്യം നിലനിൽക്കുക, ഈ രാജ്യം വളരെ നല്ല രീതിയിൽ സമാധാനപരമായിട്ട് നിലനിൽക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അത് തകർക്കുവാൻ വേണ്ടി ജാഗ്രതയോടുകൂടിയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്തിലുണ്ട്. രാജ്യത്തെ വിഭജിക്കുവാൻ നടക്കുന്ന ആൾക്കാരാണ് ഇതിൽ വളരെയധികം കൂടുതൽ. കാരണം ഇവിടെ നിന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റേതായിട്ടുള്ള പ്രവർത്തകരുൾപ്പെടെ ദക്ഷിണ ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടിയിട്ട് പോലും പദ്ധതികൾ നടത്തിയിരുന്നു. ആ പദ്ധതികൾക്ക് പിന്തുണയും കിട്ടുന്നുണ്ട് കേരളത്തിൽ നിന്ന്. നേരത്തെ തന്നെ ഭാരതത്തെ വിഭജിക്കുവാൻ പദ്ധതിയിട്ടവർക്ക് ഈ കേരളത്തെ വിഭജിക്കുവാൻ, അത് കേരളത്തെ ഭാരതത്തിൽ നിന്ന് വിഭജിക്കുവാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടരുതോ? 36 ഖണ്ഡങ്ങളായിട്ട് ഭാരതത്തെ മുറിക്കുവാൻ വേണ്ടിയിട്ടാണ് ആദ്യം അധികാര തീസിസ് പാസ്സാക്കിയത്. ഭാരതത്തിനെതിരെ ആഭ്യന്തരമായി യുദ്ധം ചെയ്യണമെന്ന് ആദ്യം തീരുമാനിച്ചതും ഇപ്പോൾ കേരളം ഭരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ചിന്തകൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരതത്തെ കാത്തു സംരക്ഷിക്കേണ്ടത്, ഭാരതത്തിൻ്റെ ദേശീയതയെ കാത്തു സംരക്ഷിക്കേണ്ടത്, ഹിന്ദു ധർമ്മത്തെ കാത്തു സംരക്ഷിക്കേണ്ടതൊക്കെ നമ്മുടെ കടമയാണ്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ശബ്ദങ്ങൾ കൂടുതലും ഉയരേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.